ചിക്കമംഗളൂരുവിൽ ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം മുൻപാണ് പൂർത്തിയായത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുപോകും. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതിനോടകം തന്നെ കുടുംബം ചില ദുരൂഹതകൾ ഉയർത്തുന്നുണ്ട്. അന്വേഷണം ഊർജിതമായി നടക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോലീസ് ഇതിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വശങ്ങളും കുടുംബം ഉയർത്തുന്ന പരാതികൾ ഉൾപ്പെടെ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ്. ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പാലക്കാട്ടേക്ക്, ജന്മനാടായ പാലക്കാട്ടേക്ക് കൊണ്ടുപോവുകയാണ്. നാളെ രാവിലെയോടുകൂടി പാലക്കാട് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ദീപക് മോഹൻ നമ്മളോട് പങ്കുവയ്ക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചില സംശയങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതായ, സംശയം തീർക്കേണ്ടതായ ചില വിഷയങ്ങൾ, ഇതൊക്കെ കുടുംബം, ശ്രീനന്ദയുടെ ബന്ധുക്കളൊക്കെ ഉയർത്തുന്നുണ്ട്. അതിലൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ്. കുടുംബം അത് സ്വീകരിച്ച് പാലക്കാട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.